പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ വ്യത്യസ്തമായ ശൈലികളായിരിക്കും ഉള്ളത്. ഇപ്പം ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ശൈലി വ്യത്യസ്തമായിരിക്കും. നമ്മൾ വളർന്നു വന്ന ജീവിത പശ്ചാത്തലം അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. ഞാനൊരു ധ്യാനാവസരത്തിൽ കണ്ടുമുട്ടിയ രണ്ട് കുട്ടികൾ, രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാർ. ഒരുത്തൻ എന്നോട് പറഞ്ഞത്, അച്ഛാ ഞാൻ ആബാ പിതാവേ എന്ന് വിളിക്കത്തില്ല. ഞാൻ ചോദിച്ചത് എന്താ വിളിക്കാത്തത്? അച്ഛാ ഞാൻ ഈ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ മുഖം തെളിഞ്ഞു വരും. അച്ഛാ എൻ്റെ അപ്പനെ ഓർക്കാൻ എനിക്ക് ഇഷ്ടമല്ല, കാരണം അപ്പൻ ഭയങ്കര ക്രൂരനായിരുന്നു. അയ്യോ അയാളൊരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു. അച്ഛാ ഞാൻ ഈ ആബാ പിതാവേ എൻ്റെ അപ്പച്ച എന്ന് വിളിക്കാനായി ഞാൻ ഈ കൈ പൊക്കുമ്പോൾ എൻ്റെ മുമ്പിലായി എൻ്റെ അപ്പൻ്റെ മുഖം വരും. എനിക്കൊരു അസ്വസ്ഥത. അതുകൊണ്ട് അച്ഛാ ഞാൻ വിളിക്കുന്നത് ഈശോയെന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ ഈശോ എന്ന് വിളിച്ചാൽ മതി. നീ ഈശോ എന്ന് വിളിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ സംഭവിക്കുന്നൊരു കാര്യം എന്താ? നിന്റെ ഈ ഭൂമിയിലെ നിന്റെ അപ്പനെ സ്നേഹിക്കാൻ തക്കവണ്ണം നിന്റെ ഉള്ളിലേക്ക് ദൈവസ്നേഹം കിട്ടും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം വായിച്ചേ. റോമ 5:5 ഏതാ വചനം? നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത്, ഞാൻ അപ്പാന്ന് വിളിക്കാനായിട്ട് എനിക്ക് മടിയാണ്, കാരണം എൻ്റെ ഈ ഭൂമി ജീവിതത്തിൽ ഞാൻ കണ്ട എൻ്റെ സ്വന്തം അപ്പൻ ക്രൂരനായിരുന്നു, അതുകൊണ്ട് ഞാൻ അപ്പാന്ന് വിളിക്കുന്നില്ല, ഞാൻ ഈശോ എന്ന് വിളിക്കുന്നുള്ളൂ. മതി, നീ ഈശോ എന്ന് വിളിക്ക്, നീ വിളിക്ക്, ഈശോ എന്ന് വിളിക്ക്, പരിശുദ്ധാത്മാവ് എന്ന് വിളിക്ക്. അങ്ങനെ വിളിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവ് സ്നേഹം തരും. എന്തിന് സ്നേഹം? നിന്റെ ഈ ഭൂമി ജീവിതത്തെ അപ്പനെ സ്നേഹിക്കാനുള്ള, അംഗീകരിക്കാനുള്ള സ്നേഹം കിട്ടും. വിശ്വസിക്കുന്ന ഒരു കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ എനിക്ക് അപ്പാ എന്ന് വിളിക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ ഓർക്കുന്നത് എൻ്റെ അപ്പൻ്റെ സ്നേഹമാണ്. അപ്പൻ മരിച്ചുപോയി, പക്ഷേ എൻ്റെ അപ്പൻ എന്നെ ചങ്കായിരുന്നു, ജീവനായിരുന്നു. ഞാനിങ്ങനെ കരങ്ങൾ ഉയർത്തുമ്പോൾ എൻ്റെ അപ്പാ എന്ന് ഞാൻ മനസ്സിൽ കാണും, കാരണം ഈ സ്നേഹത്തെക്കാളും വലിയ സ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. കൊച്ചു ത്രേസ്യ പുണ്യവതി ആരാണ്? കൊച്ചു ത്രേസ്യ പുണ്യവതി. ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് ചെറുപ്പത്തിൽ ഈ അപ്പൻ, കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അമ്മ മരിച്ചുപോയി, അപ്പനാണ് വളർത്തിയത്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ഒത്തിരി കൊടിയ വലിയ ദാരിദ്ര്യവും ദുഃഖവും മരണമൊക്കെ അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. സഹോദരിമാരൊക്കെ പലരും മരിച്ചൊക്കെ പോയി. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അപ്പനാണ് ഈ സ്ട്രഗിൾ മുഴുവൻ ഏറ്റെടുത്തത്. പക്ഷേ അപ്പന് ഈ മക്കളെന്ന് പറഞ്ഞ ജീവനാണ്, മക്കൾക്ക് അപ്പനെയും ജീവനാണ്. അപ്പോഴാണ് ആരോ പറഞ്ഞത്, ഈ കൊച്ചു ത്രേസ്യയായ നീ ഓർക്കണം, നീ ഇന്ന് ഇവിടെ കാണുന്ന അപ്പൻ മാത്രമല്ല, നിനക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. പിന്നെ ഈ കൊച്ചു ത്രേസ്യയുടെ പ്രാർത്ഥനാ ശൈലി മാറി. കൊച്ചു ത്രേസ്യ എപ്പോഴും സ്വർഗീയ പിതാവേ എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താ തെളിയുന്നത്? എൻ്റെ ഈ ഭൂമിയിലെ ഈ അപ്പൻ ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ എന്തോരം വലിയ സ്നേഹമായിരിക്കും, എന്തോരം വലിയ സ്നേഹമായിരിക്കും എന്ന് ചിന്തിച്ച് കൊച്ചു ത്രേസ്യ പുണ്യവതി അപ്പാ എന്ന് വിളിക്കാനായിട്ട് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ശൈലി വളർന്നു വരുന്നത് ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പം അതുകൊണ്ട് നിനക്ക് കംഫർട്ടബിളായും നിനക്ക് പ്രാർത്ഥിക്കാനായും ഏതൊക്കെ ശൈലികൾ നിനക്ക് കിട്ടുന്നുവോ അതൊക്കെ ഉപയോഗിച്ചോണം. ചിലർക്ക് ഈശോ എന്ന് വിളിക്കാനാണ്, വിളിച്ചോണം, അല്ലാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട. മറിച്ച് ചിലർക്ക് പിതാവേ, ആബാ പിതാവേ, അപ്പച്ചാ എന്ന് വിളിക്കാനാണ്, വിളിച്ചോണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാനാണ്, വിളിച്ചോണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആബാ പിതാവിനെ വിളിച്ചാൽ ആ വിളിക്കകത്ത് ആരെല്ലാം ഉണ്ട്? പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ്. നീ ഈശോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കകത്ത് ആരെല്ലാം ഉണ്ട്? ഈശോയോടൊപ്പം ആബാ പിതാവും പരിശുദ്ധാത്മാവും. നീ പരിശുദ്ധാത്മാവെന്ന് വിളിച്ചാൽ ആരൊക്കെയുണ്ട്? ആബാ പിതാവും പുത്രനായ ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരും സപ്തയിൽ ഒന്നാണ്. ഈ 3 പേരുടെയും സപ്താപരമായ സ്നേഹം സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി വിളിച്ചേ ആബാ പിതാവേ, ആബാ പിതാവേ, യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൈ താത്തിക്കേ.
ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ തലയ്ക്കകത്ത് പുകച്ചിലാണ്. കാരണം 3 1 1 3 ഇതെന്നതാണ്? പിടികിട്ടുന്നില്ല, പിടികിട്ടത്തില്ല. അതല്ലേ കത്തോലിക്ക സഭ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്. എന്താണെന്നാ പറയുന്നത്? ഇത് വലിയ ഒരു രഹസ്യമാണെന്ന്. ഇറ്റ് ഈസ് എ ഡിവൈൻ മിസ്റ്ററി. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബുദ്ധിക്കൊണ്ട് മനസ്സിലാക്കിയ പിന്നെ അതിനെ രഹസ്യമെന്ന് വിളിക്കണോ? വേണോ? വേണ്ട. ഇത് ദിവ്യമായ രഹസ്യമാണ്. അങ്ങനെ ചില ദിവ്യമായ രഹസ്യങ്ങൾ തിരുസഭയിൽ നമുക്കുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും ഒരു ദിവ്യമായ രഹസ്യം പറഞ്ഞ കേൾക്കട്ടെ. ഒന്ന് ട്രിനിറ്റി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഇത് ഒരു ദിവ്യ രഹസ്യം. വേറെ ഏതെങ്കിലും രഹസ്യം അറിയാവുന്നത് പറഞ്ഞേ. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. കറക്റ്റാണ്. വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്താണ്? ഇത് വലിയൊരു രഹസ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരച്ഛൻ കയ്യിലെടുക്കുന്നു അപ്പം, ഇപ്പുറത്തെ കയ്യിൽ വീഞ്ഞ്, എന്നിട്ട് പറയുന്നു ഇത് യേശുവിൻ്റെ ശരീരമാണ്. ഇത് യേശുവിൻ്റെ രക്തമാണ്. ഇതെങ്ങനെ ശരിയാവും? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുമോ? ഇല്ല, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവത്തില്ല. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നൊക്കെ പറയുന്ന സത്താപരമായ മാറ്റം എന്നൊക്കെ ദൈവശാസ്ത്രത്തിൽ അതിന് ചില വിശേഷണങ്ങളെ കൊടുക്കും. അപ്പൊ നമ്മുടെ ബുദ്ധിക്ക് ഇതങ്ങോട്ട് മനസ്സിലാവണില്ല. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ത്രിത്വം പോലെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ആത്മീയ രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ അടക്കം പറച്ചിൽ എന്നല്ല കേട്ടോ. ചിലർ ചിന്തിക്കുന്നു അടക്കം പറച്ചിൽ അല്ല, മറിച്ച് ഇതൊരു ദിവ്യമായ രഹസ്യമാണ്. നിങ്ങളോട് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ, രഹസ്യം. അതേതാ? ഭാര്യ ഭർത്താവ് ബന്ധം. അയ്യോ, കല്യാണം കഴിച്ചവരൊന്ന് കൈ പൊക്കിക്കേ. കല്യാണം കഴിച്ചവരെ കൈ പൊക്കൂ. കല്യാണം കഴിച്ചിട്ടില്ലേ ചേച്ചി? എനിക്കറിയാമല്ലോ. പൊക്ക് ചേച്ചി, പറ്റിക്കാൻ വേണ്ടി ഇരിക്കുക. പകുതി കല്യാണം അല്ല, ഫുൾ കല്യാണം. ഇച്ചിരി കല്യാണമൊന്നുമല്ല. കല്യാണം കഴിച്ചെങ്കിൽ അത് മുഴുവനാണ്. കൈ അങ്ങോട്ട് പൊങ്ങട്ടെ. ഒട്ടുമുക്കാലും പേര് കല്യാണം കഴിച്ചവരാ. നിങ്ങൾ വിവാഹം കഴിച്ചു, യെസ് ഓർ നോ? അങ്ങോട്ട് സമ്മതിക്കാനത് ഇത്ര ബുദ്ധിമുട്ട്? കല്യാണം കഴിച്ചു. എൻ്റെ ഭർത്താക്കന്മാരെ വർഷം കുറെ ആയല്ലോ. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ഇന്നോളം മനസ്സിലായിട്ടുണ്ടോ? ഭാര്യനെ മനസ്സിലായിട്ടുണ്ടോ? ഭാര്യമാരെ ഭർത്താവിന് ഇന്ന് വരെ മനസ്സിലായിട്ടുണ്ടോ? എവിടെ? നേരം വെളുക്കുമ്പോൾ അച്ഛ അതിൻ്റെ തലയ്ക്കകത്ത് എന്താന്ന് ഒരു പിടുത്തവും ഇല്ല. വർഷം കുറെ കഴിഞ്ഞു, ഒരു പിടുത്തവും ഇല്ല, ഒരു പിടുത്തവും ഇല്ല. അല്ലേ? കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വിവാഹത്തിൻ്റെ വാർഷികം. പ്രായമായ അപ്പനും അമ്മയും, നല്ല പ്രായമായി. അപ്പോൾ അവരുടെ മക്കൾ, കൊച്ചുമക്കൾക്ക്, അവർക്ക് വലിയ ആഗ്രഹം അപ്പാപ്പൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കണം. അങ്ങനെ ഒരു പള്ളിയിൽ വെച്ച് വലിയ സ്വീകരണം, അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ വലിയ ഫുഡടി, വലിയ സദ്യ. അപ്പം ഈ പാരീഷ് ഹാളിലെ പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പാരീഷ് ഹാളിലോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പള്ളിയുടെ സൈഡിൽ ഞങ്ങൾ 3-4 അച്ഛന്മാരോടെ നിൽക്കുക. അപ്പോൾ ഈ അമ്മാമ്മ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ചട്ടയും മുണ്ടും കവണിയൊക്കെ ഉടുത്തു. അപ്പോൾ ഈ അമ്മാമ്മ നടന്നു വന്നിട്ട് പറഞ്ഞു, കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നാത്തിനാ? ഇത്രയൊക്കെ ആയില്ലേ, ഇത് വലിയ കാര്യമല്ലേ, ഇനി എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? എന്നതാ? ഇല്ലേ വരുന്നില്ലേ? എനിക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഭർത്താവ് നടന്ന് പയ്യെ വരുന്നുണ്ട്. വർഷം കുറെ കഴിഞ്ഞ്, ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന്. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച എൻ്റെ മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിനെ എന്തെങ്കിലും പിടികിട്ടിയിട്ടുണ്ടോ? പേരും ഊരും രൂപമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉള്ളില് അതിൻ്റെ സ്വഭാവം ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളോട് പറയുന്നു, ഇത് വലിയ ഒരു രഹസ്യമാണ്. വലതും ഇടതും ഇരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, ഇത് വലിയ ഒരു രഹസ്യമാണ്. അതേന്ന് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലെന്ന്. അല്ല, നിങ്ങൾ ചിന്തിച്ചേ, ഈ സ്വഭാവം ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഭാവമാണോ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്? അല്ല, സത്യം അല്ലേ? പലരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. പലരുടെ ഉള്ളിലുള്ള വിഷമം എന്നാ? എൻ്റെ അച്ഛാ, എൻ്റെ ചിന്താഗതിക്കോ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ് അതിൻ്റെ സ്വഭാവം. വിചാരിക്കാത്ത സ്വഭാവം അല്ലേ? അച്ഛാ, എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷെ നേർ വിപരീതം. പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു?
അതങ്ങനെ പോകുന്നു. ഇതാണ് മിസ്റ്ററി, ഇതാണ് ദിവ്യമായ രഹസ്യം. രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ളവര് ഒരുമിച്ച് ജീവിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ഈസി. നിങ്ങൾ ചിന്തിക്കൂ, ഇതെങ്ങനെ സാധ്യമാവും? ഇതെങ്ങനെ ചിന്തിക്കും? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുമോ? രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാര് വിവാഹമെന്ന് പറയുന്ന ഒരു കൂദാശ എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഒരാൾ ചിന്തിക്കുവാണ്, രണ്ട് വ്യത്യസ്ത സ്വഭാവം, രണ്ട് രീതികൾ, രണ്ട് കൾച്ചർ, രണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഇവരിതേ കല്യാണത്തിന്റെ അന്ന് മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു കട്ടിലേക്ക് കിടക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചെന്ന് അവസാനിക്കുന്നത് എന്താ? ഡിവോഴ്സ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് ചെന്ന് അവസാനിക്കുന്നത് വിവാഹമോചനം. കാരണം രണ്ട് സ്വഭാവം ചേരുന്നില്ല. ഒരാൾക്ക് ഫാൻ വേണം, ഒരാൾക്ക് ഫാൻ വേണ്ട. രാത്രിയിലെ ഒരേ കട്ടിലെ കിടക്കുന്ന മോളിൽ ഒരു കറങ്ങുന്ന ഫാനുണ്ട്. പെണ്ണ് പറയുന്നു, എനിക്ക് കാറ്റടിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല, എൻ്റെ മൂക്കടഞ്ഞു പോകും, എനിക്ക് തലവേദന വരും. ഭർത്താവ് പറയുന്നു, ഫാനില്ലാതെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും ചേട്ടാ? പറ. ചേട്ടൻ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തുമില്ല. അല്ല, നിങ്ങൾ ചിന്തിക്കൂ, ഇത് വലിയ പ്രശ്നമാണെന്ന്. മുകളിൽ കറങ്ങുന്ന ഫാൻ തുടങ്ങി ഓരോന്നും വലിയ പ്രശ്നങ്ങളാണ്, ഓരോരോ രീതികൾ. നിങ്ങൾ ഈ വിവാഹമോചനത്തിന്റെ പല കേസുകെട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ രസകരമായ കാര്യങ്ങളൊക്കെ കാണും. കുഞ്ഞു കാര്യങ്ങളാണ്. ഒരു ഭാര്യയെ കുറച്ചു നാളുകൾക്ക് മുമ്പ് കേസ് കൊടുത്ത് കോടതി വിധി വന്നിരിക്കൂ. എന്നാന്നറിയാവോ? എനിക്ക് സ്വസ്ഥമായി ഉറങ്ങുന്നതിന് എൻ്റെ ഭർത്താവ് എനിക്ക് ശല്യമാണ്. അപ്പൊ കോടതി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ശല്യം? അയാൾ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്താണ്? ഭർത്താവ് കൂർക്കം വലിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് സ്വസ്ഥത പ്രധാനപ്പെട്ട, എനിക്ക് ഈ കൂർക്കം വലി സഹിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിൻ്റെ കൂർക്കം വലി. അപ്പൊ ഞാനിത് പറയുമ്പോൾ ആ ചേട്ടനൊക്കെ ചിന്തിക്കും, ദൈവമേ, പണ്ടേ അവൾ എന്നെ ഇട്ടിട്ട് പോകേണ്ടതാ, എന്നാ കൂർക്കം വലിയ അല്ലേ? അല്ലെന്ന് ഈ ഭാര്യ അവള് പറഞ്ഞു, എൻ്റെ സ്വസ്ഥമായ ജീവിതം എൻ്റെ അവകാശമാണ്. ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഇതൊക്കെ. നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ പള്ളിയിലിരുന്ന് ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഇച്ചിരിയെങ്കിലും മനസ്സിലാവും. എന്നാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരാളെ വേണ്ട, എൻ്റെ സ്വഭാവത്തിനും എൻ്റെ രീതികൾക്കും ഇണങ്ങാത്ത ഒരാളെ എനിക്ക് വേണ്ട. അതാണ് ജെൻസികൾ പറയുന്നത്. ആര് പറയുന്നത്? ജാൻസി അല്ല, ജെൻസി. ഇങ്ങോട്ട് നോക്കൂ, അതാണ് ഇന്നത്തെ തലമുറകൾ പറയുന്നത്. അവർക്കിത് വേണ്ടെന്ന്. എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ഞാൻ എന്തിന് എൻ്റെ ജീവിതം കളയണം? എനിക്കിഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എന്തിന് ജീവിക്കണം? എനിക്കിഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എന്തിന് കിടക്കണം? അയാളുടെ മണം, അയാളുടെ സ്വഭാവം, അയാളുടെ സംസാരം, ഇതൊക്കെ ഞാൻ എന്തിന് സഹിക്കണം? കഴിഞ്ഞ നാൾ പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞത്, എൻ്റെ അച്ഛ മുറുക്കി തുപ്പി, ഭർത്താവെ മുറുക്കി തുപ്പി, എൻ്റെ അച്ഛ ഛർദ്ദിക്കാൻ വരും, മണം. അച്ഛാ, അയാൾക്കൊന്നും മര്യാദയ്ക്കൊന്നും വാകഴി, ഇതൊന്നും നിർത്തിക്കൂടെ? പുകവലിയുടെ മണം, ഇതൊക്കെ ഞാനല്ല അച്ഛാ സഹിക്കുന്നത്, ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ കിടക്കുമല്ലേ. ഈ മണം ഒരു വല്ലാത്ത മണം അച്ഛാ, വല്ലാത്ത മണം. മുറുക്കി തുപ്പിയതും ബീഡി വലിച്ചതിൻ്റെ മണം സഹിച്ചുകൊണ്ട് കിടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാച്ചാ, വലിയ ബുദ്ധിമുട്ട്. ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആത്മാർത്ഥമായ കാര്യം, കുടുംബത്തിൻ്റെ ഈ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ കിടപ്പുമുറി, ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾ തുടങ്ങുന്ന എവിടുന്നാ? നിങ്ങൾ ചിന്തിച്ചു, എവിടുന്നാ തുടങ്ങുന്നത്? സ്വീകരണമുറി എന്നല്ല, അടുക്കളയെന്നും അല്ല. നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചോ. ഫാമിലി പ്രോബ്ലംസ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, റൂട്ട് ചെന്ന് ചേരുന്നത് നിങ്ങളുടെ കിടപ്പുമുറി, നിങ്ങളുടെ കട്ടിൽ, അവിടുന്നാ. നിങ്ങൾ ഏത് പ്രശ്നം എടുത്ത് പരിശോധിച്ചോ. പിന്നെ അവര് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയല്ലായിരുന്നു, അങ്ങനെയല്ല, അതൊക്കെ വേറെ കാര്യം. അമ്മായിയമ്മ ശരിയല്ല, അമ്മായിയപ്പൻ ശരിയല്ല, അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല, സ്ത്രീധനം വാങ്ങിയപ്പോൾ ഇതൊന്നും അല്ല. ഇതിന്റെ റൂട്ട് ചെല്ലുന്നത് അവിടെയാ. ഇതാണ് ദിവ്യമായ രഹസ്യം. പൗലോസ്ലീഹ അതുകൊണ്ടാ പഠിപ്പിച്ചിരിക്കുന്നത്. എന്ത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യമാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ വിവാഹത്തിന്റെ അന്ന് ഒരുത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഈ ശുശ്രൂഷികൾ വായിക്കുന്ന വചനഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഏത്? ഇത് വലിയ ഒരു രഹസ്യമാണ്. ശുശ്രൂഷി വായിച്ചത് ഇങ്ങനെയാണ്, അവന് വിട്ടുപോയി, ഇത് വലിയ ഒരു രസമാണെന്നാ വായിച്ചത്. ഏത്? വിവാഹ ജീവിതം ഇത് വലിയൊരു രസമാണ്. ചിലർക്ക് രസമാണ്, എന്നാൽ ഇതൊരു ഡിവൈൻ മിസ്റ്ററിയാണ്. ത്രിത്വൈക ദൈവത്തെ നീ മനസ്സിലാക്കാൻ കഷ്ടപ്പെടുന്നത് പോലെ തന്നെ നീ മനസ്സിലാക്കാൻ ആഗ്രഹിക്കേണ്ട, അംഗീകരിക്കേണ്ട ഒരു കാര്യത്തെ ഏതാണ്?
ഇത് വലിയൊരു രഹസ്യമാണ്, ഡിവൈൻ മിസ്റ്ററി. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ നിഷേധിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? അവയ്ക്ക് മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകൾ കൂപ്പി പറഞ്ഞേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉച്ചത്തിൽ പറഞ്ഞേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ദൈവശാസ്ത്രപരമായ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു വലിയ രഹസ്യമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുക മാത്രമല്ല, ഇത് ഒരു ജീവിത ശൈലിയാണ്. ത്രിത്വം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ജീവിത ശൈലിയാണ്, സ്നേഹത്തിന്റെ ജീവിത ശൈലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന്റെ ജീവിത ശൈലി? സ്നേഹത്തിന്റെ ജീവിത ശൈലി. പരസ്പരം മൂന്നുപേരും നൽകുന്ന സ്നേഹം ജീവിതത്തിൽ അനുഭവിക്കാനുള്ള വലിയൊരു ജീവിത സ്നേഹത്തിന്റെ ശൈലി. ആമേൻ, 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 ആമേൻ. രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ആരാധന. യേശുവേ, ചേർന്ന് ചേർന്ന് ആമേൻ. ഒരിക്കൽ കൂടെ യേശുവേ, ആബാ പിതാവേ, പരിശുദ്ധാത്മാവേ, ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പുത്രനായ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത കൃപ ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തടസ്സങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ.
ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇക്കാലം അത്രയും എന്നെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി വഴി നടത്തുന്ന, ജീവൻ നൽകി പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിത വഴികളെ മുമ്പോട്ട് നയിക്കുന്നതിനും ആത്മീയമായ ബലം നൽകുകയും ചെയ്യുന്ന, ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങിലാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആരാധനയുടെ ഈ സമയം നിന്റെ ജീവിതത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നൽകുന്ന വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സ്നേഹത്തിൻ്റെ ജീവിത ശൈലി സമ്മാനിക്കുന്ന ആരാധനാ സമയമാണ്. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൽ ഞാൻ എത്രത്തോളം വളർന്നിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൽ ഞാൻ എത്രത്തോളം വളർന്നിട്ടുണ്ട്? എന്താണ് എൻ്റെ ജീവിത അവസ്ഥ? ഓരോ വ്യക്തിയും സ്വയം ചോദിക്കേണ്ട വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും തെളിഞ്ഞു വരും. പല അവസ്ഥകളിലും സ്നേഹം നഷ്ടമാക്കിയ, സ്നേഹബന്ധങ്ങൾ പൊട്ടിപ്പോയ, പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും പറ്റാത്തവണ്ണം വിഷമിച്ചു പോയ അനേകം അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അതെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയരെ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്മുടെ സ്നേഹബന്ധത്തെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കാം. ത്രിയേക ദൈവം നമ്മളോട് പറയുകയാണ്, ഞങ്ങൾ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ ഈ ഭൂമി ജീവിതത്തിൽ നമ്മളും സ്നേഹത്തിൽ ഒന്നായിരിക്കണം. സ്നേഹബന്ധത്തിൽ എന്തെല്ലാം വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ മേഖലകൾ സമർപ്പിച്ച് വലിയ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാ, ഈ അൾത്താര നിനക്ക് വേണ്ടി അപ്രകാരം ഒരുക്കപ്പെടുന്ന സമയമാണ്. ഒട്ടുമുക്കാലും നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അസ്വസ്ഥതകളുടെ കാരണമെന്ന് പറയുന്നത് സ്നേഹബന്ധത്തിൽ വന്ന വിള്ളലുകളാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 147 വചനം 3, ഹൃദയം തകർന്നവരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഹൃദയബന്ധം, സ്നേഹബന്ധം എന്നാണ് അർത്ഥം. ഹൃദയം തകർന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം തകർന്നവരെന്നാണ്. ഹൃദയമെന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ്. സ്നേഹബന്ധം തകർന്നെങ്കിൽ ഓർക്കണം, അതാണ് ഏറ്റവും വലിയ തകർച്ച. അത് നമ്മുടെ ഉള്ളിൽ വിപരീത അനുഭവങ്ങൾ, നെഗറ്റീവ് ഇമോഷൻസ് വർദ്ധിപ്പിച്ച് നമ്മളെ തകർത്ത് കളയും. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടാം. പരിശുദ്ധ റൂഹായ്ക്കും ആമേൻ. ചേർന്ന് പാടിക്കേ. പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ചേർന്ന് അല്പം കൂടെ ഉയർന്ന സ്വരത്തിൽ സ്തുതിയായിരിക്കട്ടെ.